നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഹർഷീനയ്ക്ക് ജോലി കിട്ടിയിരിക്കുന്നു. നല്ല കാര്യം. ഒരു അബലയായ അശരണയായ ഒരു സ്ത്രീക്ക് ഒരു സർക്കാരിൽ ജോലി കിട്ടുന്നതൊക്കെ നല്ല കാര്യമാണ്. അതിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കും. കാരണം അവിടെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ്, അതായത് ചികിത്സാ പിഴവിനെ തുടർന്ന് വയറിൽ കത്രിക അതുമായി ജീവിക്കേണ്ടി വന്ന ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ് ഹർഷീന. അവർക്കൊരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായ കാര്യമാണ്. അവരൊരു ഫിസിക്സ് ഒക്കെ പഠിച്ച ഒരാൾ കൂടിയാണ്, ഒരു വ്യക്തി കൂടിയാണ്. അപ്പോൾ അവർക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്കൊരു ജോലി കിട്ടുന്നതിലൊന്നും തെറ്റൊന്നുമില്ല. പക്ഷേ ഹർഷീനയ്ക്ക് മാത്രമാണോ ഇവിടെ ജോലി കിട്ടേണ്ടത്? മഹേശൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കാലിൽ മുറിവ് പറ്റി അതിൽ മരക്കഷ്ണം ചേർത്ത് തുന്നി വെച്ചു. ആ മരക്കഷ്ണം എടുത്ത് കളയാതെ വീണ്ടും മരുന്ന് വെച്ചു. ഒടുവിൽ അത് പഴുപ്പായി. അത് പിന്നീട് തിരിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് വന്ന് പിന്നീട് എടുത്ത് മാറ്റേണ്ട ഒരു അവസ്ഥ വരെ ഉണ്ടായി. അയാളും ചികിത്സാ പിഴവിൻ്റെ ഒരു ഇരയാണ്. അദ്ദേഹത്തിന് ഒരു ജോലി കൊടുക്കാമായിരുന്നു അല്ലേ? അദ്ദേഹത്തിന് പ്രായം ഇനി ഇല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ജോലി അദ്ദേഹത്തിന് കൂടി കൊടുക്കാമായിരുന്നില്ലേ പ്രിയപ്പെട്ട മന്ത്രി കെ മുരളീധരൻ സാറേ? തീർച്ചയായിട്ടും അവരും അതിന് അർഹതപ്പെട്ടവരാണ്. ഇനി മറ്റൊരാളാണ് ഉഷ ജോസഫ് എന്ന് പറയുന്ന ഒരു സ്ത്രീ. 51 വയസ്സാണ് അവർക്കുള്ളത്. അവർക്ക് ഇതുപോലെ ഒരു അബദ്ധം പിണഞ്ഞിരുന്നു. വണ്ടാനം, അതായത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചിട്ട് ഇതേപോലെ തന്നെ ഒരു ശസ്ത്രക്രിയാ ഉപകരണം വയറിനുള്ളിൽ കുടുങ്ങിപ്പോയ ഒരു സ്ത്രീയാണ്. എന്തുകൊണ്ടാണ് അവർക്ക് ജോലി കൊടുക്കാതെ പോയത്? ഇനിയും പേരെടുത്ത് പറയാൻ നിരവധിയായ മെഡിക്കൽ നെഗ്ലിജൻസ് കേസുകൾ നമ്മുടെ കേരളത്തിലുണ്ട്. നിരവധിയായ ചികിത്സാ പിഴവുകളുമായി ബന്ധപ്പെട്ട കേസുകളും നമ്മുടെ മുന്നിലുണ്ട്. എന്നിട്ടും ഹർഷീന എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് മാത്രം എന്തുകൊണ്ട് കേരളത്തിൽ ജോലി ലഭിച്ചു? ഇവിടെ നിരവധിയായ ആളുകൾ പഠിച്ച് പാസ്സായി PSC നിയമനത്തിനായി കാത്തിരിക്കുന്നു. PSCയുടെ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചില വിവാദങ്ങൾ അടുത്ത സമയത്തുണ്ടായുമ്പോൾ കയ്യടി മേടിക്കാൻ ജനകീയനാണെന്ന് തോന്നിക്കാൻ വേണ്ടി VD സതീശൻ നടത്തിയ ഒരു ശ്രമമായിരുന്നു. ഓഗസ്റ്റ് മാസം വരെ അത് നീട്ടിയ സമയത്ത് അത് പിന്നീട് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ക്യാൻസലായി എന്നുള്ള കാര്യം, അത് നടത്താൻ പറ്റില്ല എന്ന് പറയുന്നു. വീണ്ടും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹർഷീനയ്ക്ക് മാത്രം എന്തിനാണ് ജോലി? ഇവിടെയാണ് നമ്മൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കുക, അല്ലെങ്കിൽ നമുക്കത് ചിലപ്പോൾ അങ്ങനെ കാണേണ്ടി വരും. ആ ഒരു രൂപത്തിൽ നമുക്ക് കാണേണ്ടി വരും. ഇവിടെ ഈ സർക്കാർ അധികാരത്തിൽ കയറിയത് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ പരമകാഷ്ഠയിൽ നിന്നിട്ട് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നമുക്കറിയാവുന്ന പോലെ വയനാട് എന്ന് പറയുന്ന ഒരു ജില്ല മാത്രം നമുക്കൊന്ന് പരിശോധിക്കാം. ആ വയനാട് ജില്ലയിൽ എന്തുകൊണ്ടാണ് UDF മാത്രം ഇത്രയും മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തിയത്? UDF എന്ന് പറയുന്ന ഒരു മുന്നണി വയനാടുകാർക്ക് വേണ്ടി എന്ത് മലമറിച്ച് കൊടുത്തിട്ടാണ് ഈ പറയുന്ന വയനാട്ടിലെ സർവമാന പേരും അവിടെ ഒരു MLA പോലും, 3 MLA ഉള്ളൂ, അതിൽ ഒരാളെ പോലും ജയിപ്പിക്കാതെ പറഞ്ഞു വിട്ടത്? എന്തുകൊണ്ടാണ്? എല്ലാ UDFകാരെയും ജയിപ്പിച്ചല്ലോ. എന്തുകൊണ്ടാണ്? എന്നാൽ വയനാടുകാരോട് ഏറ്റവും വലിയ നന്ദികേട് കാണിച്ചിട്ടുള്ള ഒരു മുന്നണി UDF അല്ലേ? T സിദ്ദിഖിനെ പോലെ ഒരു നേതാവ് അവിടെ നിന്ന് ഇപ്പോഴും വീണ്ടും MLA ആയി ഇപ്പോൾ കൃഷി വകുപ്പ് മന്ത്രിയായിരിക്കുന്നു. T സിദ്ദിഖ് പിന്നെ അവിടെ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. കാര്യമൊക്കെ ശരി തന്നെയാണ്. IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാൾ വീണ്ടും അവിടെ നിന്ന് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു സുൽത്താൻ ബത്തേരിയിൽ നിന്ന്. ഈ IC ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവ് അവിടെ എന്താണ് ചെയ്തത്? അവിടെ NM വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെയും അദ്ദേഹത്തിൻ്റെ പാവപ്പെട്ട ഒരു മകൻ്റെയും മരണത്തിന് കാരണക്കാരനായി മാറിക്കഴിഞ്ഞിരുന്നു. ഈ അവിടുത്തെ സഹകരണ ബാങ്കുകളെ നിയമനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കോടിക്കണക്കിന് രൂപ വെട്ടിച്ചതും തട്ടിക്കുകയും ചെയ്തു. ഒടുവിൽ ഇതെല്ലാം ഈ NM വിജയൻ എന്ന് പറയുന്ന അവിടുത്തെ DCC ട്രഷററായിരുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ്റെ തലയിലേക്ക് ചെന്നു. അതിനെ തുടർന്നിട്ട് അദ്ദേഹത്തിന് തീരെ നിർവാഹമില്ലാതെ വന്നതോടുകൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഒരു ആകപ്പാടെ ശാരീരികാവശതകൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പയ്യനും മകനും അവർ രണ്ടുപേരുടെ ആത്മഹത്യയിലേക്ക് പോയി. ആ മകനെയും കൊന്നു, അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന IC ബാലകൃഷ്ണനെ പോലെ ഒരു നേതാവ് എങ്ങനെ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ജയിച്ചു കയറി? ഇവിടെ എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അവിടെ, അതായത് ജൂലൈ മാസം 30-ാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നാട്ടിലെ സർവമാന ജനങ്ങളെയും പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ ഒരു ടൗൺഷിപ്പിന് പദ്ധതിയിടുകയും അതിനായ വേഗം വസ്തു കണ്ടെത്തുകയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും വീടുകൾ പലതും കൈമാറി തുടങ്ങിയിരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു സർക്കാർ, ഇടത് സർക്കാരിനെ അപ്പാടെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു വയനാടുകാരുടെ ഈ ലക്ഷ്യത്തിൻ്റെ പിന്നിലുണ്ടായിരുന്നത്? എന്നാൽ ആ വയനാടുകാരെ കണ്ണട ചിരുട്ടാക്കുന്ന പോലെ പറ്റിച്ചവരല്ലേ കോൺഗ്രസും UDFും?
എന്നിട്ട് കൂടി UDF ഒപ്പം എങ്ങനെ വയനാടുകാർ നിന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയേ ഉള്ളൂ. ന്യൂനപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന UDF അവിടെ വോട്ട് പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ന്യൂനപക്ഷ വർഗീയത അതുകൊണ്ട് മാത്രം. അല്ലാതെ വയനാട് പോലെയുള്ളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ എന്തുകൊണ്ടായിരിക്കാം പിന്നെ ലീഗ് പറഞ്ഞത് അങ്ങ് പിന്നെ അവിടെ ഇരുന്നവർ കേട്ടത്? ഹൈക്കമാൻഡ് കേരളത്തിൽ വന്നിട്ട് അമേഠിയിൽ നിന്ന് ജയിക്കാൻ കഴിയാതെ കേരളത്തിൽ വന്ന് ജയിച്ച ഒരു നേതാവായിരുന്നു രാഹുൽ ഗാന്ധി, അതിനുശേഷം പ്രിയങ്ക ഗാന്ധി. എന്തുകൊണ്ടാണ് ഇവർ രണ്ടുപേരും വയനാട് ചൂസ് ചെയ്ത് വയനാട്ടിൽ വന്നിറങ്ങി വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയത്? ഒറ്റ കാരണമേ ഉള്ളൂ, അവിടെ ഇവിടുത്തെ ലീഗ് വോട്ടുകളൊന്നും മാറി ചിന്തിക്കില്ല എന്നുള്ള ഒറ്റ കാരണം. അതുകൊണ്ടാണ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ലീഗുകാർ ഒറ്റക്കെട്ടായി നിന്നപ്പോൾ ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഒക്കെ പൊള്ളിയത്. ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവും, നിങ്ങൾ അങ്ങ് വാ ഇനി മത്സരിക്കാൻ അങ്ങ് വയനാട്ടിലേക്ക്, ഞങ്ങൾ ഇതിൻ്റെ മറുപടി കാണിച്ചു തരാം എന്നൊരു പക്ഷേ ലീഗ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. അതാവും സത്യം. അതുകൊണ്ടായിരിക്കാം ആ ഭീഷണിയിൽ ഭയന്നിട്ടാവാം ഒരുപക്ഷെ ഈ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും എല്ലാം VD സതീശനെ മുഖ്യമന്ത്രിയാക്കി മാറ്റിയത്. അപ്പോൾ കേരളത്തിൽ ഏറ്റവും അധികം തവണ അല്ലെങ്കിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുകയും ഏറ്റവും അധികം വിറ്റുപോവുകയും ചെയ്ത ഒരേ ഒരു കാര്യം തന്നെയാണ് ന്യൂനപക്ഷ വർഗീയത. ആ ന്യൂനപക്ഷ വർഗീയത അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിനെതിരാണ് ഇവിടുത്തെ ഇടതുപക്ഷം എന്ന് വരുത്തി തീർക്കാൻ വേണ്ട എല്ലാ ശ്രമങ്ങളും ഇവിടുത്തെ UDF നേതാക്കന്മാർ നടത്തിയിട്ടുണ്ട്. നമ്മൾ അക്കമിട്ട് വേണമെങ്കിൽ നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും, എവിടെയൊക്കെ എപ്പോഴൊക്കെ എങ്ങനെയൊക്കെ എന്ന്. ഈ സാഹചര്യമാണ് ശരിക്കും UDF നേട്ടമായി മാറുകയും ഇവിടെ നിന്നുകൊണ്ട് UDF മികച്ചൊരു വിജയം കരസ്ഥമാക്കുകയും ചെയ്യാൻ സാധിച്ചത്. വോട്ടർ പട്ടികയിലുണ്ടായ അല്ലെങ്കിൽ ഈ EVM തട്ടിമറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, കാര്യം ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പോലും ചില സമയങ്ങളിൽ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൻ്റെ ശതമാനക്കണക്കുകൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി, ബ്ലോക്കായി പോകുന്ന സാഹചര്യം വരെ ഉണ്ടായി. അത് നമുക്ക് മാറ്റിവെക്കാം. അവിടെ ഇപ്പോൾ മീഡിയ വൺ പോലുള്ള ചാനലുകൾ ഇവിടെ അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് UDF കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പം ഈ രീതിയിലൊക്കെ ഉള്ള സമീപനമുണ്ട്. അപ്പം പച്ചയ്ക്ക് വർഗീയത, ന്യൂനപക്ഷ വർഗീയത പറഞ്ഞുകൊണ്ട് ഇവിടെ വോട്ട് പിടിക്കാൻ നടന്നവരാണ് നമ്മുടെ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാവരും തന്നെ, അല്ലെങ്കിൽ UDF. അതിൻ്റെ ഒരു നന്ദി സ്മരണമായി. കാരണം ഹർഷീന എന്ന് പറയുന്ന ന്യൂനപക്ഷത്തിൽപ്പെട്ട അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഈ യുവതിയെ കൊണ്ട് തന്നെയാണ് വടക്കൻ മലബാറിലടക്കമുള്ളിടത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രചരണ തന്ത്രമാക്കി മാറ്റിയെടുത്തത്. പലയിടങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ഹർഷീന പോയിരുന്നു. മറ്റെവിടെയെങ്കിലും ഒരു ചികിത്സാ പിഴവിൻ്റെ ഇര എവിടെയെങ്കിലും പോയി തെരഞ്ഞെടുപ്പുകളെ നേരിട്ടിട്ടുണ്ടോ? അത്തരം നാറിയ രീതി സ്വീകരിച്ച UDF തന്നെ ആയിരുന്നില്ലേ? വാളയാർ പെൺകുട്ടികളുടെ അമ്മയായിരുന്ന ഭഗവതിയെ പിണറായി വിജയനെതിരായി മത്സരിപ്പിക്കാൻ പോലും UDF തയ്യാറായില്ലേ? അവരെയും കൊണ്ട് ഈ കേരളം മുഴുവൻ ഓടി നടന്ന് വോട്ട് പിടിക്കാൻ പോയില്ലേ? അങ്ങനെയുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്തില്ലേ? ഏറ്റവും ഒടുവിൽ ഭഗവതി തന്നെ കുറ്റക്കാരിയാണെന്ന് CBI കണ്ടെത്തിയില്ലേ? അപ്പോൾ ഇവിടെ ഇത്രയേ ഉള്ളൂ കാര്യം. പിണറായി വിജയൻ്റെ സർക്കാരിനെതിരായി അല്ലെങ്കിൽ അവിടുത്തെ മെഡിക്കൽ ബോർഡിന് അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായിട്ട് ആരോപണം ഉന്നയിച്ച ന്യൂനപക്ഷക്കാരിയായ ഹർഷീനയെ ചേർത്ത് പിടിച്ചു. അവർക്ക് പിന്നെ ജോലി കൊടുക്കുന്നു. ജോലി കൊടുത്തിട്ട് അവരെ ഇപ്പം എന്തായി? അവർ ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മുഖമാണ് നമ്മൾ UDF നിന്ന് കാണുന്നത്. എന്നിട്ട് പറയുകയാണ് വർഗീയത പറയില്ല എന്ന് പറഞ്ഞ് VD സതീശൻ പോയൊരു ദേശീയ മാധ്യമത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് ഐ ആം നോട്ട് എ മുസ്ലിം, ഐ ആം എ ഹിന്ദു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ മുന്നിലുണ്ട് നല്ല വെടിപ്പായിട്ട്. തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കേട്ടോ അതൊക്കെ പറഞ്ഞത്. അപ്പം ഇങ്ങനെ തുടങ്ങിയിട്ടാണ് ഈ ഹർഷീന എന്ന് പറയുന്ന ഒരാളെ ഇവിടെ അവർക്ക് ഇത് കൊടുത്തത്. അല്ലാതെ എന്ത് ചെയ്തിട്ടാണ് ഹർഷീനയ്ക്ക് ജോലി കൊടുക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ ചികിത്സാ പിഴവ് കാരണം അനുഭവപ്പെട്ട എത്രയോ അധികം ആൾക്കാർക്ക് ഇവിടെ ജോലി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഇത് വെറും ഒരു എന്താ പറയുക അല്ലെങ്കിൽ നിഷ്കളങ്കമായി കാണാൻ കഴിയുന്ന ഒരു പോസ്റ്റിംഗ് അല്ല ഹർഷീനയ്ക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാകും. ഇതിനകത്ത് ആരോഗ്യവകുപ്പ് മന്ത്രി എന്ത് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.